بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بل تؤثرون الحياة الدنيا വല്ലാഖിറതു ഖൈറുൻ വഅബ്ഖാം. പ്രേം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും അവൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്നും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ നാട് ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലും അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളിലുമെല്ലാം സജീവമായി നിലകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ ന്യൂനപക്ഷങ്ങളുടെയും ദുർബലരുടെയും എല്ലാം അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കുക എന്ന ബാധ്യത ഓരോരുത്തരോട് സംബന്ധിച്ചിടത്തോളവും ഉണ്ട്. അതുകൊണ്ട് തന്നെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാവുകയും വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതെല്ലാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയുള്ള കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വിശ്വാസികൾ സ്വീകരിക്കേണ്ടുന്ന ചില കാര്യങ്ങളെ കൂടി ഓർമ്മപ്പെടുത്താതിരിക്കാതെ വയ്യ. പല ആളുകളെ സംബന്ധിച്ചിടത്തോളവും തൻ്റെ ജീവിതത്തിലെ ഏറ്റവും അതിപ്രധാനമായ കാര്യമായി ഈ വിഷയത്തെ കാണുന്നവരുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തായിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ടതെന്നുള്ളത് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞിരുന്നുണ്ട്. തുടക്കത്തിൽ ഞാൻ ഓതി വെച്ച വാചകം ബൽ തുഅ്തിറൂനൽ ഹയാത്തദ് ദുനിയ. ദുനിയാവിലെ കാര്യങ്ങൾക്കാണ് മനുഷ്യന്മാരിൽ അധിക പേരും പ്രാധാന്യം കൊടുക്കുന്നത്. വല്ലാഖിറതു ഖൈറുൻ വഅബ്ഖാ. എന്നാൽ ദുനിയാവിലെ നിങ്ങളുടെ മെമ്പർഷിപ്പ് സ്ഥാനമോ MLA സ്ഥാനമോ MP സ്ഥാനമോ ഒന്നുമല്ല സ്ഥായിയായി നിലകൊള്ളുന്നത്. ഇവിടെയുള്ള ഭൗതികമായ വിജയങ്ങൾക്കല്ല ഏറ്റവും പ്രാധാന്യമുള്ളത്. വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖാ. ആഖിറത്താണ് ഏറ്റവും ഉത്തമവും അവശേഷിക്കുന്നതും. സൂറത്ത് ദുഹയിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്, വലൽ ആഖിറത്തു ഖൈറുൻ ലക മിനൽ ഊല. നീ ജീവിച്ച ദുനിയാവുണ്ടല്ലോ, ആ ദുനിയാവിനേക്കാൾ നിനക്ക് ഉത്തമം പരലോകമാണ്. അതേപോലെ സൂറത്തുൽ ഖസസിന്റെ 60-ാമത്തെ വാചകത്തിന്റെ അവസാനത്തിലും അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്, വമാ ഇൻദല്ലാഹി ഖൈറുൻ വഅബ്ഖാം. അള്ളാഹുവിൻ്റെ അടുക്കലാണെന്ത് ഏറ്റവും ഉത്തമമായതും ശേഷിക്കുന്നതും അള്ളാഹുവിൻ്റെ അടുക്കലാണ്. അഫലാ തഅഖിലൂൻ. നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നില്ലേ?
ഈ വിഷയം ഞാൻ ഇത്രയേറെ ആമുഖമായി നിങ്ങളോട് പറയാനുള്ള കാരണം, ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന സന്ദർഭത്തിലും നാം ഒരു വിശ്വാസിയാണെന്ന ബോധം നമുക്ക് ആവശ്യമുണ്ട്. ഞാനൊരു മുസ്ലിമാണ്. അതുകൊണ്ട് തന്നെ ചില ആളുകൾ റമദാൻ മാസത്തിൽ പ്രത്യേകമായി തൊപ്പി ധരിച്ച് ഇബാദത്തുകൾ നിർവഹിക്കുന്നത് പോലെ തെരഞ്ഞെടുപ്പ് കാലത്ത് എനിക്കെന്തും പറയാം, എനിക്കെന്തും ചെയ്യാം, എൻ്റെ പാർട്ടിയുടെ എൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നതിൻ്റെ അപ്പുറത്ത് ന്യായമോ അന്യായമോ ശരിയോ തെറ്റോ നീതിയോ അനീതിയോ ഒന്നും പരിഗണിക്കേണ്ടതില്ല എന്നുള്ള നിലപാട് വിശ്വാസികൾക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല. വെറും രാഷ്ട്രീയം മാത്രം പരിഗണിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം അവർക്ക് സാധ്യമാണ്. പക്ഷേ വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മൾ ഏറെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം നമ്മുടെ ഓരോ വാക്കുകളും ഓരോ പ്രവർത്തനങ്ങളും ഉണ്ടായിരിക്കേണ്ടത്. പ്രത്യേകിച്ചും നമ്മുടെ നാവെന്ന് പറയുന്നതിനെ അങ്ങേയറ്റം സൂക്ഷിക്കേണ്ടുന്ന സന്ദർഭമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലം എന്ന് പറയുന്നത്. നാവിനെ കുറിച്ചും അതിനെ സൂക്ഷിക്കേണ്ടതിനെ കുറിച്ചും പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ നമുക്കറിയാമല്ലോ. അല്ലാതെ റസൂൽ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പ് തരാം. പക്ഷെ എന്ത് വേണമെന്നറിയാം, നിങ്ങൾ രണ്ട് കാര്യം എനിക്ക് ഉറപ്പ് നൽകണം. ഒന്ന്, അതിലൊന്നാമത് പറയുന്നത് നിന്റെ രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ള നാവിനെ നീ എന്താവണം, സൂക്ഷിക്കണം. ആ നാവിനെ നമ്മൾ പുറത്തേക്കിടുമ്പോൾ നമുക്ക് ഓർമ്മ വേണം. ഞാൻ പറയുന്ന ഓരോ വാചകവും തൻ്റെ എതിർ സ്ഥാനാർത്ഥിയുടെ, തൻ്റെ എതിർ പാർട്ടിയിൽപ്പെട്ടവരെ കുറിച്ച് എൻ്റെ നാവ് കൊണ്ട് ഞാൻ എന്ത് പറയുമ്പോഴും ഓർമ്മ വേണം. ഇവിടെ ഒരു പക്ഷേ എൻ്റെ ആ വർത്തമാനം കൊണ്ട് എൻ്റെ സ്ഥാനാർത്ഥിക്ക് 2 വോട്ട് കിട്ടിയേക്കാം, അതല്ലെങ്കിൽ അവൻ്റെ വിജയത്തിന് അത് സഹായകമായേക്കാം. പക്ഷെ നാളെ പരലോകത്ത് ഞാൻ അതിൻ്റെ പേരിൽ പിടിക്കപ്പെടുമോ എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. അല്ലാതെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു സ്വഹാബി വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ എനിക്കൊരു അമൽ പറഞ്ഞു തരണം. എനിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമാകുന്ന ഒരു അമൽ. അള്ളാഹുവിന്റെ റസൂൽ എന്താ ചെയ്തത് അറിയോ? നിങ്ങള് തന്റെ നാവ് പിടിച്ചുകൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ട മുആദേ, ഈ നാവിന് നീ സംരക്ഷിക്കുക, നാവ് നീ സംരക്ഷിക്കുക. ഈ നാവ് കൊണ്ട് നീ സത്യം പറയണം, നീതി പറയണം, നിന്റെ കൂടെയുള്ളവരെ വിജയിപ്പിക്കുക എന്നതിന്റെ അപ്പുറത്ത് നിന്റെ നാവിൽ നിന്നും വരേണ്ടത് സത്യമായിരിക്കണം. അപ്പോൾ ആ സഹാബത്ത് ചോദിക്കുന്ന, അല്ലാഹുവിന്റെ പ്രവാചകരെ, നാവ് കൊണ്ട് നാവ് കൊണ്ട് ഞങ്ങൾ പിടിക്കപ്പെടുമോ? നാവ് ഞങ്ങൾ അലക്ഷ്യമായി ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മൾ പരാജയപ്പെടുമോ എന്നുള്ള ചോദ്യത്തിന് പ്രവാചകന്റെ മറുപടി, നാളെ നരകത്തിലേക്ക് മുഖം കുത്തി വലിച്ചെറിയപ്പെടുന്ന വലിയൊരു വിഭാഗമുണ്ട് കേട്ടോ. എന്റെ കാരണം അവരുടെ നാവിനെ അവർ ഉപയോഗിച്ചത് തെറ്റായ രൂപത്തിലായിരുന്നു. അവർ ദുനിയാവിന്റെ സുഖങ്ങൾക്ക് വേണ്ടിയായിരുന്നു, ദുനിയാവിന്റെ വിജയങ്ങൾക്ക് വേണ്ടിയായിരുന്നു, ദുനിയാവിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയായിരുന്നു അവർ അവരുടെ നാവിനെ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാവ് എന്ന് പറയുന്നത്, ആ നാവ് കൊണ്ട് നാളെ നരകത്തിലേക്ക് പ്രവേശിക്കേണ്ട അവസ്ഥ വരും. തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ പ്രത്യേകമായും നമ്മൾ കാണാറുള്ളത് എന്ത്, പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും പലതും നമ്മൾ പല ഗ്രൂപ്പുകളായി തിരിക്കും. വീട്ടിലേക്ക് ഇറങ്ങാൻ ഒരു ഗ്രൂപ്പുണ്ട്, അതേപോലെ പോസ്റ്റർ ഒട്ടിക്കുവാനും പോസ്റ്റർ അടിക്കുവാനും ഓരോ കമ്മിറ്റികൾ ഉണ്ടാകും. അതിലൊരു കമ്മിറ്റി സോഷ്യൽ മീഡിയ സെൽ എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. പ്രധാനപ്പെട്ട പണികളിൽ ഒന്ന്, തൻ്റെ എതിർ പാർട്ടിയുടെയും എതിർ പാർട്ടിയിലെ നേതാക്കന്മാരുടെയും എല്ലാം ചിത്രങ്ങളെയും അതേപോലെ അവരുടെ രഹസ്യ ജീവിതത്തെക്കുറിച്ചുള്ള അന്വേഷണവും അതിൽ നിന്നുമുള്ള കാര്യങ്ങളെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതുമെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഓർമ്മ വേണം, നമ്മുടെ ഓരോ കാര്യവും, നമ്മുടെ ഓരോ മെസ്സേജും, നമ്മുടെ ഓരോ വാക്കുകളും എത്രയേറെ ഗൗരവത്തോടു കൂടി ആയിരിക്കണം. ഗൈബത്ത് കടന്നു വരാൻ പാടില്ല, നമീമത്ത് കടന്നു വരാൻ പാടില്ല. തുടക്കത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതെല്ലാം അനുവദനീയമാക്കപ്പെടുന്നു എന്നുള്ള വിചാരം മൗനമായിട്ടെങ്കിലും അനീതിയെ നിശബ്ദമായി കണ്ടിരിക്കുക എന്ന് പറയുന്നത്, പ്രതിരോധിക്കാതെ പ്രതിഷേധിക്കാതെ മൗനാനുവാദത്തോടു കൂടി ഇരിക്കുക എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും നാളെയുള്ള ചോദ്യം ചെയ്യലിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അല്ലാഹുവിന്റെ റസൂല് ഗൈബത്തിനെ കുറിച്ചും നമീമത്തിനെ കുറിച്ചും ഗൗരവമായി തന്നെ നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. നമീമത്ത് എന്ന് പറയുന്നത് അത് എത്രമേൽ ഗൗരവമുള്ളതാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്,
നമീമത്ത് എന്ന് പറഞ്ഞാൽ അവന്റെ നാവ് കൊണ്ട് രണ്ടു പേർക്കിടയിൽ കുഴപ്പമുണ്ടാക്കുവാനുള്ള പ്രവർത്തനം എടുക്കുക എന്നുള്ളതാണ്. ആ നമീമത്ത് മനുഷ്യന്മാരെ കൊണ്ടെത്തിക്കുന്നത് നരകത്തിലായിരിക്കും. സംശയമൊന്നുമില്ലാത്ത വിധം കൃത്യമായി തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നുണ്ട്. അതേപോലെ ഇത്തരം സന്ദർഭങ്ങളിൽ എന്ത് വാർത്തകളും തന്റെ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള വാർത്തകളാണെങ്കിൽ അതും, അതേപോലെ തൻ്റെ എതിർ പാർട്ടിക്കാരെ പ്രയാസപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവർക്കെതിരായിട്ടുള്ള വാർത്തകളാണെങ്കിൽ എന്താണെന്ന് പോലും പരിഗണിക്കാതെ അതെല്ലാം ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതും ഒരു വിശ്വാസിയുടെ നിലപാടിൽ പെടാൻ പാടില്ലാത്ത കാര്യമാണ്. ഞാൻ പറയുന്ന കാര്യം ദീന് മാത്രാട്ടോ, വേറെയുള്ള ഭൗതികമോ രാഷ്ട്രീയമായ കാര്യങ്ങളോട് യാതൊരു തരത്തിലുമുള്ള ബന്ധവുമില്ല. നേരെ മറിച്ച് മിമ്പറിൽ നിന്നും ഓർമ്മപ്പെടുത്തുന്നത്, വിശ്വാസികൾ എന്നുള്ള നിലയിൽ നിങ്ങൾ ആരാണെങ്കിലും ശരി, നിങ്ങൾ എവിടെ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ശരി, ഒരു മുഅ്മിനാണെങ്കിൽ, ഒരു വിശ്വാസിയാണെങ്കിൽ അവന്റെ ഫോർവേഡ് മെസ്സേജുകളായി പോകുന്നതിൽ അവൻ ഉറപ്പുവരുത്തേണ്ടുന്ന ബാധ്യത അവനുണ്ട്. കണ്ടതും കേട്ടതുമെല്ലാം പറയുക എന്നുള്ളത് തന്നെ മതിയായ പാപമാകാൻ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. കഫാ ബിൽ മർഇ ഇന്നമാ അൻ യുഹ്ദസ ബികുല്ലി മാ സമിഅ. നീ കേട്ടത് മുഴുവനും, നിന്റെ ഫോണിലേക്ക് വന്നിരിക്കുന്ന മെസ്സേജുകൾ മുഴുവനും അതൊന്നും അറിയാതെ ഫോർവേഡ് ചെയ്യുക എന്നുള്ളത് മാത്രം മതിയാകും മഹാപാപമാകാൻ എന്ന് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതേപോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു കാര്യമുണ്ട്, അഫലാ ഉഖ്ബിറുക്കും ബിശറാറിക്കും. നിങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവർ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ? ഖാലു, അവർ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതേ അല്ലാഹുവിന്റെ റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്ന മറുപടി, അൽ മശാഊന ബിനമീമ. ആളുകൾക്കിടയിൽ നമീമത്തുമായി നടക്കുന്ന ആളുകളാണ്. ആ നമീമത്തുമായി നടക്കുകയും കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്ന ആളുകളാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ടവർ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ മഖ്ബറക്ക് നടയിലൂടെ നടന്നു പോകുമ്പോൾ രണ്ട് മയ്യത്തുകൾ പ്രയാസപ്പെടുന്നതായിട്ട് പ്രവാചകന് മനസ്സിലാകുന്നു, ശിക്ഷിക്കപ്പെടുന്നതായിട്ട് പ്രവാചകന് മനസ്സിലാകുന്നു. അതിനെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യുഅദ്ദിബാനി വമാ യുഅദ്ദിബാനി ഫീ കബീർ. വലിയ കാര്യങ്ങൾക്കൊന്നല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അതിൽ ഒരാൾ ലാ യസ്തതിറു മിൻ ബൗലിഹി, ഒരാൾ മൂത്രമൊഴിച്ചാൽ ശുദ്ധീകരിക്കാത്ത മനുഷ്യനാണെങ്കിൽ, വകാനൽ ആഖിർ, രണ്ടാമത്തെ മനുഷ്യൻ എന്ന് പറയുന്നത് യംശി ബിൻ നമീമ, നമീമത്തുമായി നടക്കുന്ന ആളുകളാണ്. ആളുകൾക്കിടയിൽ ഛിദ്രതയുണ്ടാക്കാൻ, കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാനുള്ള വർത്തമാനങ്ങളുമായി നടക്കുന്നവർ. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ പരദൂഷണം എന്ന് പറയുന്നത് ആർക്കും അറിയാത്ത കാര്യമൊന്നുമല്ല. പക്ഷേ അറിഞ്ഞിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്താകുന്നു? നമ്മുടെ പരലോകത്തെ നഷ്ടപ്പെടുത്തുന്നു. ആർക്കോ വേണ്ടി നമ്മുടെ പരലോകത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ഐബത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ഐബത്ത് എന്ന് നിങ്ങൾക്കറിയുമോ? ദിക്റുക അഖാക ബിമാ യക്റഹു, നിന്റെ സഹോദരനെ കുറിച്ച് അവൻ ഇഷ്ടമില്ലാത്തത് പറയലാണ് ഐബത്ത്. കൃത്യമായി പഠിക്കേണ്ടതാണ്. ഉള്ളതാണെങ്കിൽ എല്ലാം വിളിച്ചു പറയാം. ഉള്ള കാര്യമാണെങ്കിൽ അപമാനിക്കാൻ വേണ്ടിയിട്ട് നാടുനീളെ നടന്നുകൊണ്ട് വാട്സപ്പ് മെസ്സേജുകളായും വീഡിയോകളായും വെർബലിയൊക്കെ നടന്ന് പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് ശരിയാണെന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ പ്രവാചകന്റെ ഈ വാചകം നിങ്ങൾ ഓർമ്മിക്കുക. ഐബത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിന്റെ സഹോദരന് ഇഷ്ടമില്ലാത്തത് പറയലാണ്. പലപ്പോഴും അങ്ങനെയാണ് മനുഷ്യന്മാരുടെ ജീവിതത്തിലെ തെറ്റുകളെ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലാണ് അവർ കൊണ്ടുവരാറുള്ളത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഖിൽ അഫറഅയ്ത ഇൻ കാന ഫീ അഖി, നീ പറയുന്ന തെറ്റ് അവനിൽ ഉണ്ട് എങ്കിൽ, അവൻ ഉള്ളതാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? പരദൂഷണം എന്ന് പറയുന്നത്. ഉള്ളതാണെങ്കിലും അത് പറഞ്ഞു നടക്കുക എന്ന് പറയുന്ന രീതി ഉണ്ടാകാൻ പാടില്ല. ഇല്ലാത്തതാണെങ്കിൽ അതിന് കളവെന്നാണ് പറയുക. അല്ലാഹുവിന്റെ റസൂൽ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ നമ്മളോട് പ്രവാചക വചനങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതേപോലെ പരിശുദ്ധ ഖുർആന്റെ ഒരു വാചകമുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ ജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ വലാ തജസ്സസൂ വലാ യഅതബ് ബഅദുകും ബഅദാ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ പാടില്ല. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മൾ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ വല്ലാതെ കടന്നു വരുന്നൊരു കാര്യമാണ്. പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കണം. ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ കുറിച്ച് നിങ്ങൾ പറയാൻ പാടില്ല. അതേപോലെ ചാരവൃത്തി നിങ്ങൾ നടത്തുവാൻ പാടില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങളിൽ മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾ സഹോദരനെ കുറിച്ച് അവന്റെ അഭാവത്തിൽ ദുഷിച്ചത് പറയുകയാണ് എങ്കിൽ, അയുഹിബ്ബു അഹദകും മയാകുല ലഹ്മ അഖീഹി മൈത ഫകരിഹ്തുമു, തന്റെ സഹോദരന്റെ
പച്ച മാംസം ഭക്ഷിക്കുന്നത്, മയ്യത്തിനെ ഭക്ഷിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങൾ വെറുക്കുന്നുണ്ടല്ലേ? എന്നാൽ അതിനേക്കാൾ വെറുപ്പുണ്ടായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന പരിശുദ്ധ ഖുർആനിന്റെ വാചകം നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതേപോലെ തന്നെ പരദൂഷണം പറയുന്നവരുടെ ശിക്ഷയെക്കുറിച്ചും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിരുന്നുണ്ട്. ലമ്മാ ഉഅ്ലിജ ബി മറർതു ബിഖൗമിൻ ലഹുൻ അൽഫാറും മിൻ നുഖാസിൻ യഖ്മിശൂന വുജൂഹഹും വസുദൂറഹും. മിഅ്റാജിന്റെ രാവിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട ഒരു ചിത്രമാണ്. ചില ഇരുമ്പിന്റെ നഖങ്ങളുള്ള ഒരു കൂട്ടം ആളുകൾ അവരുടെ ശരീരത്തിലെ മുഖവും അവരുടെ ശരീരവുമെല്ലാം ഇറച്ചിയെ മാന്തി പൊളിച്ചുകൊണ്ടിരിക്കുന്ന രംഗം പ്രവാചകൻ കാണുന്നുണ്ട്. പ്രവാചകൻ ചോദിക്കുന്നു ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട്, മൻ ഹഉലാഇ യാ ജിബ്രീൽ, ആരാണ് ജിബ്രീൽ ഈ വിഭാഗം എന്ന് ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞു കൊടുക്കുന്നത്, ഹഉലാഇ അല്ലദീന യഅകുലൂന ലഹൂമൻ നാസി വയഖഊന ഫീ അഗ്റാദിഹിം. അവരാരാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? അവർ മറ്റുള്ളവരുടെ ജനങ്ങളുടെ മാംസം തിന്നവരാണ്. അതേപോലെ മാംസം തിന്നുക എന്ന് പറഞ്ഞാൽ അവരെ കുറിച്ച് പരദൂഷണം പറഞ്ഞ് നടന്നിരുന്ന ആളുകളാണ്. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ അഭിമാനത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ആളുകളാണ്. അവർക്ക് അള്ളാഹു പരലോകത്ത് വെച്ചിരിക്കുന്ന ശിക്ഷയാണ്. വിശ്വാസികൾ മനസ്സിലാക്കണം, ഇത് ഗൗരവമുള്ള കാര്യമാണ്. ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് സ്റ്റേ ചെയ്ത കാര്യമല്ല. തെരഞ്ഞെടുപ്പ് കാലമാണെങ്കിലും റമദാൻ കാലമാണെങ്കിലും അല്ലാത്ത കാലമാണെങ്കിലും എല്ലാം ഈ നിയമം, ഇസ്ലാമിന്റെ നിയമം അത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാവ് കൊണ്ട് എന്താവരുത്, ഒരാൾ അപമാനിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവരുത്. നമ്മുടെ നാവ് കൊണ്ട് മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണം പറയുന്ന സാഹചര്യം ഉണ്ടാകരുത്. അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ ഗൗരവത്തോടു കൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ. നിങ്ങളുടെ അടുക്കലേക്ക് ആരെങ്കിലും എന്തെങ്കിലും വാർത്തയുമായി കടന്നു വരികയാണെങ്കിൽ ഫതബയ്യനൂ, നിങ്ങളത് വ്യക്തമായിട്ട് അറിയണം. അത് വ്യക്തമായിട്ട് അറിയണം. നേരെ മറിച്ച് എനിക്ക് ഇഷ്ടമല്ലാത്ത ആളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ സത്യാസത്യങ്ങൾ അന്വേഷിക്കാതെ, അസത്യങ്ങൾ വേർതിരിച്ചു മനസ്സിലാക്കാതെ ഫോർവേഡ് മെസ്സേജുകളായി പോകുന്നുണ്ട് എങ്കിൽ അറിയുക, അത് അപകടമാണ്. അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. നിങ്ങളൊരു ജനതക്ക് ആപത്ത് വരുത്തുകയും അതിൻ്റെ പേരിൽ ഖേദിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ, അത് ദുനിയാവിലും പരലോകത്തിലും ഖേദിക്കേണ്ടി വരുന്ന അവസ്ഥ എന്ന് പറയുന്നത് അപകടമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുകയും ഏറ്റവും നല്ല രീതിയിലായിരിക്കണം നമ്മുടെ നിലപാടുകളും നമ്മുടെ സംസാരങ്ങളുമെല്ലാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ, മൻ ഹുസ്നുൽ ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ എന്താണ്? തർക്കുഹു മാ ലാ യഅനി, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനിയും ഗൗരവകരമായി കൊണ്ട് തന്നെ ഒരുപാട് ആയത്തുകളും ഹദീസുകളും ഈ വിഷയമായി കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ നാവിനെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നന്നായി സൂക്ഷിക്കുകയും ആരെയും പ്രയാസപ്പെടുത്തുന്ന നിലപാടുകൾ ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മുടെ തെരഞ്ഞെടുപ്പുകളിൽ അധികവും ബഹുഭൂരിപക്ഷവും സ്ത്രീ സഹോദരിമാരാണ് മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടിൻ്റെ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അക്കാര്യമുള്ളത്. ഞാൻ അതിൻ്റെ വിശദമായ ചർച്ചയിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ടുണ്ടാകുന്ന പരിണതിയെക്കുറിച്ചും അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ചും ഒക്കെ ഭൗതികമായി തന്നെ ചർച്ചകൾ നടക്കുകയും എത്രമേൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ കാര്യത്തിലേക്ക് ഞാൻ കൂടുതൽ കിടക്കുന്നില്ലെങ്കിലും ഓർമ്മപ്പെടുത്തുന്നു, ചില അപകടങ്ങൾ, നമ്മൾ പതിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചും ദീർഘവീക്ഷണമുള്ളവരാവണം എല്ലാവരും ഒന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതിനെ കൂടെ ഓർമ്മപ്പെടുത്തുന്നത്, സഹോദരിമാരായ ആളുകൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങി വരേണ്ടുന്ന സാഹചര്യങ്ങളും അവസ്ഥകളുമുണ്ട്. അവിടെ ഇറങ്ങുമ്പോഴും താനൊരു മുസ്ലിമാണെന്ന ബോധ്യം ആവശ്യമുണ്ട്. അതേപോലെ തന്നെ വിശ്വാസവും തന്റെ സംസ്കാരവും അത് സംരക്ഷിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ ചില ആളുകൾക്ക് ഇങ്ങനെ ഒരു അസ്വസ്ഥത മനസ്സിലുണ്ടാകും. ഇതെന്താ എപ്പോഴും ഇങ്ങനെ മുസ്ലിമാകണം, വിശ്വാസിയാകണം, കൃത്യമായി അല്ലാഹുവിന്റെ നിയമങ്ങളെയും പ്രവാചകന്റെ നിർദ്ദേശങ്ങളെയും അതിന് പ്രഥമമായ പരിഗണന കൊടുക്കണം. അതിൻ്റെ അപ്പുറത്തെ ബാക്കിയുള്ള ഏത് കാര്യമുള്ളൂ, ഏത് വിഷയവും അതിൻ്റെ അപ്പുറത്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ സഹോദരിമാരാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും നമ്മൾ പുറത്തേക്കിറങ്ങി ഓരോ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ നമ്മൾ എന്താവാൻ പാടില്ല, അത് മറന്നു കളയാൻ പാടില്ല. അന്യപുരുഷന്മാർക്കിടയിൽ ഒറ്റക്കായി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. മറ്റുള്ള അന്യപുരുഷന്മാരുടെ ശരീരത്തിൽ സ്പർശിക്കുന്ന അവസ്ഥ സഹോദരിമാർക്ക് ഉണ്ടാവാൻ പാടില്ല. ഒറ്റപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഇസ്ലാമിക മശമല്ലാത്ത മറ്റു വേഷങ്ങൾ ധരിക്കാൻ പാടില്ല. ഇതെല്ലാം ശ്രദ്ധയോടുകൂടി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. ആ ബാധ്യതയെക്കുറിച്ച് മിമ്പറിന്റെ മുകളിൽ നിന്നല്ലാതെ പിന്നെ എവിടുന്ന് അത് പറയാം? മിമ്പറിന്റെ മുകളിൽ നിന്ന് പോലും ആ വാചകങ്ങൾ അസ്തമിക്കപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ വരാനിരിക്കുന്ന തലമുറ എന്താ മനസ്സിലാക്കുക?
അവർ മനസ്സിലാക്കുന്നത് എന്തായിരിക്കും? ഇതൊക്കെ തന്നെയാണ് ദീൻ, ഇതൊക്കെ തന്നെയാണ് ഇസ്ലാം, ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ മുൻപോട്ട് പോകേണ്ടത് എന്നായിരിക്കും. അതിനൊരു തിരുത്തൽ ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ചിലർക്കെങ്കിലും പ്രയാസം ഉണ്ടാകുമെങ്കിലും അത് പറയാൻ എൻ്റെ മനസ്സിനെ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് ആ വിഷയത്തിൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോഴും നമ്മൾ ഏറെ ഇസ്ലാമിന്റെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും പൂർണ്ണമായും അനുസരിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ആ പണിക്ക് നിൽക്കേണ്ടതില്ല, സംശയമൊന്നുമില്ല. അതിന് പറ്റുകയില്ലേ, ഞാൻ ഇതിനിറങ്ങിയാൽ പിന്നെ അങ്ങനൊക്കെ എനിക്ക് പറ്റൂ എന്നിടത്താണ് നിങ്ങളെങ്കിൽ അറിയുക, അത് വേണ്ടാന്ന് വെക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസി ദീനിനോട് ഇഷ്ടമുള്ളവർ ചെയ്യേണ്ടത്. യാതൊരു സംശയവും ആ വിഷയത്തില്ല. അതിനെ ആരെയും, എൻ്റെ വാചകങ്ങളെ ആരെയും വളച്ചൊടിക്കരുത് എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ മൂന്നാമതായി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്, അധികാരമോഹം എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ കഴിക്കുന്ന വാർത്തകയാണ് എന്ത്, 2-3 പ്രാവശ്യം ജയിച്ചിട്ട് 4ാമത്തെ പ്രാവശ്യം മാറ്റിയാൽ പിന്നെ പാർട്ടി വിട്ട് വേറെ പാർട്ടിയിൽ പോയി മെമ്പർഷിപ്പ് എടുക്കുന്നിടത്തുള്ളത്. എന്നാൽ വിശ്വാസികളോട് ഈ വിഷയത്തിൽ കൃത്യമായി ഇസ്ലാമിന് നിർദ്ദേശം കിട്ടും. നിങ്ങൾ ആരും വിചാരിക്കണം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏത് വിഷയത്തിലും, ചില ആളുകളൊക്കെ പറയും രാഷ്ട്രീയത്തിന് വിഷയത്തിൽ എന്തിനാപ്പം ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം, പറയേണ്ടതുണ്ട്. രാഷ്ട്രീയത്തിലേക്കും പൊതുപ്രവർത്തനങ്ങളിലേക്കും ഇറങ്ങുന്നവർക്ക് ഇസ്ലാം കൃത്യമായ നിർദ്ദേശങ്ങളും നിയമങ്ങളും വെച്ചിട്ടുണ്ട്. അല്ലാതെ അവിടെ ഒരു നിയമങ്ങളില്ലാതെ അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങളായി കൊണ്ടു നടക്കുക എന്നുള്ളതല്ല ഇസ്ലാം. അത് പൂർണ്ണമായും എല്ലാ സന്ദർഭങ്ങളിലും എങ്ങനെയായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അധികാരത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത്, അധികാരമോഹം എന്ന് പറയുന്നത് വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല. അധികാരം ആഗ്രഹിക്കാൻ പാടില്ല. അത് വാർഡ് മെമ്പർ ആകുന്നത് മാത്രമല്ല, അത് ഏത് രംഗത്താണെങ്കിലും ശരി അധികാരം ആഗ്രഹിക്കുക എന്ന് പറയുന്നത്, അത് ലഭ്യമാകുന്നതിനു വേണ്ടി, എന്നെ ഒരു സ്ഥാനാർത്ഥിയാക്കുന്നതിനു വേണ്ടി, എന്നെ ഒരു നേതാവാക്കുന്നതിനു വേണ്ടി ഞാൻ ആഗ്രഹിക്കുക എന്ന് പറയുന്നത് അത് അനുവദനീയമല്ല എന്നുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നത് എന്താ, നിങ്ങൾ ഇന്നക്കും സതഹ്റിസൂന അലൽ ഇമാറ, ഇമാറത്ത് എന്ന് പറയുന്നതുണ്ടല്ലോ, ആ ഇമാറത്ത് എന്ന് പറയുന്നത് ആദ്യം നിങ്ങൾക്ക് നല്ല സുഖം തോന്നും, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, വസതകൂനു നദാമത യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിങ്ങൾക്കത് ഏറ്റവും ഖേദകരമായിരിക്കും. വിശദീകരിക്കുന്നില്ല, ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അബൂദർ റളിയല്ലാഹു തആല അൻഹു പ്രവാചകനോട് പറയുന്നുണ്ട്, പ്രവാചകരെ, എന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഖലീഫയാക്കണം, ഇസ്ലാമിന്റെ ഭരണമുള്ള കാലമാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, അബൂദറെ, താങ്കൾ ദുർബലനാണ്, താങ്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവർണറുടെ പൊസിഷനിൽ ഇരിക്കുക എന്ന് പറയുന്നത് താങ്കൾക്ക് സാധിക്കുന്ന കാര്യമല്ല. അതിനുശേഷം അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്ന ഒരു വാചകം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അമാനത്തുൻ, അധികാരം എന്ന് പറയുന്നത് അതേത് അധികാരമാണെങ്കിലും അത് അമാനത്താണ്. അതേപോലെ തന്നെ അത് ആ അധികാരം എന്ന് പറയുന്നത് അന്ത്യനാളിൽ നിന്ദതയും അപമാനവുമാണ്. ആർക്കാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഒരു അമാനത്ത് ഏറ്റെടുത്തിട്ട് ഒരു ഭരണം, ഒരു മെമ്പർ ആവാൻ വേണ്ടി വോട്ട് ചോദിച്ച് മെമ്പറായി കഴിഞ്ഞിട്ട് നീതിയോടുകൂടി പ്രവർത്തിക്കുവാൻ സാധ്യമാകുന്നില്ല എങ്കിൽ, നീതിയോടുകൂടി തൻ്റെ പ്രജകൾക്ക് മുഴുവനും നീതി കാണിക്കാൻ, തനിക്ക് വോട്ട് ചെയ്തവർക്ക് വേണ്ടി, തൻ്റെ പാർട്ടിക്ക് വേണ്ടി, തൻ്റെ കുടുംബക്കാർക്ക് വേണ്ടി മാത്രമാണ് തൻ്റെ അധികാരത്തിന് ഉപയോഗിച്ചതെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നു, പരലോകത്ത് നിനക്ക് ഏറ്റവും നിന്ദ്യമായ വലിയ അപകടകരമായ അവസ്ഥയായിരിക്കും നിനക്കുണ്ടാവുക എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ വേറെയും ചില വാചകങ്ങൾ കൂടി ഈ വിഷയത്തിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആർക്കെങ്കിലും ഒരു അധികാരം കൊടുത്തിട്ടുണ്ട് എങ്കിൽ അവൻ മരിക്കുന്നത് അവൻ കിട്ടിയിരിക്കുന്ന അധികാരത്തെ അവൻ വഞ്ചന കാണിച്ചിട്ടുണ്ട് എങ്കിൽ, എന്താ വഞ്ചന എന്ന് പറഞ്ഞാൽ, അവൻ നീതി കാണിക്കാതെ അവന്റെ ഇഷ്ടക്കാർക്ക്, അവന്റെ ബന്ധുക്കൾക്ക്, അവന്റെ കൂടെ നടന്നവർക്ക് മാത്രമാണ് അവൻ ആ നന്മകൾ നൽകിയതെങ്കിൽ അറിഞ്ഞു വെക്കുക, ആ അവസ്ഥയിലാണ് അവൻ മരണപ്പെടുന്നത് എങ്കിൽ ഇല്ലാ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലുള്ളതാണ്. അതല്ലെങ്കിൽ അല്ലാതെ പ്രത്യേകം ഒരു കാലഘട്ടത്തിൽ കൊണ്ടുവന്ന ഒരു ഹദീസല്ല, നേരെ മറിച്ച് 1500 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവിലൂടെ പഠിപ്പിച്ച വാചകമാണ് ഈ കാണുന്നതെല്ലാം. അതുകൊണ്ട് അങ്ങേയറ്റത്തെ ശ്രദ്ധ നമുക്ക് ഈ വിഷയത്തിൽ ഉണ്ടാകണം. അതേപോലെ ഒരു അധികാര സ്ഥാനത്തിരിക്കുക എന്ന് പറയുന്നത് നന്മയുള്ള കാര്യമാണ്. കാരണം ഒരുപാട് നന്മകൾ ചെയ്യാൻ സാധ്യമാകുമ്പോൾ ആ നന്മകളെ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അതവന് പരലോകത്ത് വലിയ ലാഭമാണ് ഉണ്ടാക്കുന്നത്. അവന് കിട്ടിയ സൗകര്യത്തിനെ, അവന് കിട്ടിയ ആ അധികാരത്തിനെ പാപങ്ങൾക്ക് പിന്നെ അവൻ ഉപയോഗപ്പെടുത്താൻ പറ്റിയാൽ തീർച്ചയായും അവന്റെ ഖബറിലും പരലോകത്തും അവന് ഗുണകരമായിരിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമൊന്നുമില്ല. അതുകൊണ്ട് ലഭ്യമാകുന്നത് ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ
അല്ലെങ്കിൽ അധികാരം പിടിച്ചടക്കുക എന്നതിനു വേണ്ടി മാത്രമാണ് എങ്കിൽ അത് ലഭ്യമാകും. നേരെ മറിച്ച് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏത് സ്ഥാനം ലഭ്യമായാലും ആ സ്ഥാനത്തിനെ നീതിപൂർവം കൊണ്ടു നടക്കണം. ആ നീതിപൂർവം കൊണ്ടു നടക്കുമ്പോൾ പരലോകത്ത് വിജയമുണ്ടാകും എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം സൂക്ഷ്മതയോടുകൂടി ജീവിതം നയിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുക എന്ന് പറയുന്നത് ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്ന കാര്യമല്ല. ചെയ്യാൻ സാധ്യമല്ലാത്ത കാര്യങ്ങൾ പറയുക എന്നുള്ളതും ഒരു കാര്യം പറഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നതും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുള്ള കാര്യമാണ്. മുനാഫിക്കുകളുടെ ലക്ഷണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ പറഞ്ഞത് ഇദാ ഹദസൽ കദിബ വഇദാ വഅദ അഖ്ലഫ വഇദാ തുമിൻ ഖാൻ. ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് പാലിക്കാതിരിക്കുക എന്ന് പറയുന്നത് കാപട്യത്തിൻ്റെ ലക്ഷണമായിക്കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസികളായ ആളുകൾ ഒരു പണിക്ക് ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ എന്ത് വേണം? താനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് പൂർത്തീകരിക്കേണ്ടുന്ന ബാധ്യത അവനുണ്ട് എന്ന് മനസ്സിലാക്കുകയും അത് പൂർത്തീകരിക്കുവാനുള്ള പരിശ്രമങ്ങൾ അവൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതും അതിപ്രധാനമായ കാര്യമാണ്. കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കരാറുകൾ പാലിക്കുന്ന വിശ്വാസികൾ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നമ്മൾ ഈ ഒരു പ്രവർത്തന മണ്ഡലങ്ങളും തിരക്ക് പിടിച്ച് നടക്കുമ്പോഴും ഇബാദത്തുകൾ മറന്നു പോകാൻ പറ്റില്ല. തെരഞ്ഞെടുപ്പല്ലേ, അതുകൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട്, അതുകൊണ്ട് അങ്ങനെ നിസ്കാരം സമയത്ത് നിസ്കരിക്കാതിരിക്കുക എന്ന് പറയുന്നത്, ബാങ്ക് വിളിച്ചാൽ അതിന് ഉത്തരം കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത്, അതിനെയെല്ലാം രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റി വെക്കുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ ദുനിയാവെന്ന് പറയുന്നത് എപ്പോഴും അവസാനിക്കും. ദുനിയാവെന്ന് പറയുന്നത് എപ്പോഴും അവസാനിക്കും. പക്ഷെ പരലോകം എന്ന് പറയുന്നത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ആയത്ത് നമ്മുടെ ഓർമ്മയിലുണ്ടാകണം, പരലോകമാണ് ബാക്കിയാവുന്നത്. നിങ്ങളൊരാളെ എത്ര കഷ്ടപ്പെട്ട് ജയിപ്പിച്ചാലും ഓൻ്റെ സ്വഭാവത്തിനനുസരിച്ച് കാര്യങ്ങൾ പോകും. നമുക്ക് തന്നെ പല അനുഭവങ്ങളുള്ളതാണ്. അതുകൊണ്ട് ആ വിഷയങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയുണ്ടാവുകയും നമ്മുടെ വിശ്വാസത്തിനും ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് നമ്മുടെ ഭാഗത്ത് എല്ലാ സന്ദർഭങ്ങളിലും വന്നതുപോലെ തന്നെ സൂക്ഷ്മത കാണിച്ചുകൊണ്ട് വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും മറ്റുള്ളവരെക്കുറിച്ച് ആരോപണങ്ങൾ പറയുമ്പോഴും പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും ഒക്കെ അതിൽ സത്യമുണ്ടായിരിക്കണം, നീതി ഉണ്ടായിരിക്കണം. നാളെ അള്ളാഹുവിന് മുമ്പിൽ അത് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിന് മറുപടി പറയാൻ സാധ്യമാകണം. അള്ളാഹു സൂക്ഷ്മതയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരിൽ എന്നെയും നിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ വാചകങ്ങളെ വളച്ചൊടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നോട് ഓർമ്മപ്പെടുത്തുന്നു. നാളെയുടെ പരലോകത്തിൻ്റെ വിജയത്തെക്കുറിച്ച് ചിന്തിക്കാൻ ചില ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടു തന്നു എന്ന് മാത്രം. അള്ളാഹു നമ്മളെല്ലാവരെയും ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളൊന്നും അറിഞ്ഞോ അറിയാതെയോ ഇത്തരത്തിലുള്ള വല്ല തെറ്റുകളും വന്നുപോയിട്ടുണ്ടെങ്കിൽ പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവെ, വിനയമുള്ള അടിമകളുടെ കൂട്ടത്തിൽ, നിന്നെ ആരാധിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ സഹോദരങ്ങൾ, മാതാപിതാക്കൾ, നേതാക്കന്മാർ, പണ്ഡിതന്മാർ, അവരുടെ ഖബറുകളെ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും അംബിയാക്കളുടെയും കൂട്ടത്തിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ അഫ്റിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യായ മിൻഹും വൽ അംവാത്ത് إنك مجيب دعوة يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وأصحابه أجمعين.